അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മുടെ ഇന്നത്തെ വനിതാ സമ്മേളനത്തിന്റെ ആദരണീയ അധ്യക്ഷ MGM തൗഹീദ് നഗർ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരിയായ റമീന സുബൈർ, സ്വാഗത ഭാഷണം നടത്തിയ MGM തൗഹീദ് നഗർ സെക്രട്ടറി പ്രിയങ്കരിയായിട്ടുള്ള ബീമാനിസ, പ്രസീഡിയം അലങ്കരിച്ച് ഈ സദസ്സിനെ ധന്യമാക്കിയിട്ടുള്ള പ്രിയങ്കരികളായിട്ടുള്ള സാരഥികളെ, ആശംസയർപ്പിച്ച MGMന്റെ സ്റ്റുഡൻസ് വിംഗ് പ്രസിഡന്റ് നാജിഹ നസ്രീൻ, ഈ വനിതാ സമ്മേളനത്തിന് നന്ദി ഭാഷണം നടത്തുന്ന MGM തൗഹീദ് നഗർ ട്രഷറർ കൂടിയായിട്ടുള്ള പ്രിയങ്കരിയായ റംലത്ത് അബ്ദുറഹ്മാൻ അടക്കമുള്ള ഈ വനിതാ സംഗമത്തെ എത്തിച്ചേർന്ന സ്നേഹനിധികളായിട്ടുള്ള സഹോദരിമാരെ, മക്കളെ, KNM, ISM, EMSM നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പടച്ച റബ്ബിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എന്നും നമ്മളിൽ എല്ലാവരിലും വർഷിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കർമ്മങ്ങളും എല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹീതമായ ഒരു ചടങ്ങിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങൾ ആരും തനിച്ചല്ല, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന വലിയ ഒരു പ്രമേയം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിധവ സഹായ പദ്ധതി മർഹമ, ഈ ഒരു സഹായ പദ്ധതി ഒരു വർഷം പൂർത്തിയായതിൻ്റെ ഒരു വാർഷിക പരിപാടിയിലും കൂടിയാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ ഒരു അനുഗ്രഹീതമായ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിലും എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ എന്നും, അതായത് ആദ്യം മുതലേ എനിക്കൊരവസരം കിട്ടിയാൽ, പ്രത്യേകിച്ച് ഈ ഒരു ശ്രീമൂല നഗരം എന്ന ഈ ഒരു പ്രദേശത്ത് മുമ്പേ ഞാൻ വരാറുണ്ടായിരുന്നു. പല മുഖങ്ങളും എനിക്ക് അറിയുന്ന മുഖങ്ങളാണ്. വീണ്ടും ഇത്രയും നല്ല ഒരു ചടങ്ങിൽ നിങ്ങളെയൊക്കെ കാണാൻ, ഇങ്ങനെ ഒന്നൊരുമിച്ച് കൂടാൻ സാധിച്ചതിൽ പടച്ച റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം നമുക്ക് റബ്ബ് തന്ന എല്ലാ അനുഗ്രഹങ്ങളും എന്ന് നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നെല്ലാവരും ഏറ്റവും കൂടുതൽ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും മനസ്സമാധാനം കിട്ടണം എന്നതാണ്, അല്ലേ? അതെ. എവിടുന്നാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക എന്ന് ചോദിച്ചാൽ അതാണ് എല്ലാവരും ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. തിന്നാനുണ്ടോന്നൊക്കെ ചോദിച്ചാൽ മുമ്പത്തെ പോലെയൊന്നുമല്ല. ഇന്ന് ഭക്ഷണത്തിനൊന്നും അത്ര കണ്ട് പ്രയാസമൊന്നുമില്ല. ഭക്ഷണവും ഉടുക്കാനുള്ളതും അങ്ങനെ ഏത് നോക്കിയാലും ചെറിയൊരു പ്രയാസമൊക്കെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ എല്ലാം ഉണ്ട്. എന്നാൽ ഇല്ല എന്ന് തോന്നുന്നത് എന്താണ്? സമാധാനാണ്. നോക്കൂ നിങ്ങളെ, നമുക്ക് സങ്കടമുള്ള സമയത്ത് നമുക്ക് സമാധാനം കിട്ടുമോ? നിങ്ങൾ വെറുതെ ഇങ്ങനെ കേൾക്കണ്ട കേട്ടോ. നല്ല നെയ്ച്ചോറും നല്ല ചിക്കനൊക്കെ തിന്ന് വയറെല്ലാം നിറച്ച്, അല്ലെ, നല്ല ക്ലൈമറ്റ്, നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ സുഖം തോന്നുന്ന ചെറിയ രൂപത്തിലുള്ള മഴയൊക്കെ പെയ്ത നല്ല സുഖത്തില് 2 മണി. പലരും ചില സമയത്ത് മറ്റു ദിവസങ്ങളിൽ വീട്ടില് 2 മണി 2:30 മണി എന്നെല്ലാം പറയുമ്പോ വെറുതെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയമായിരിക്കും. കിടക്കുകയും അത് നമ്മൾ അറിയാതെ ഉറക്കിലേക്ക് പോവുകയും ചെയ്യുന്ന സമയം. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രസംഗിക്കും, നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമെന്ന് വിചാരിക്കണം. ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്നോട് മിണ്ടണം. മിണ്ടൂലേ? മിണ്ടിക്കൂടെ? അല്ലെ? സംസാരിച്ചൂടെ? സംസാരിക്കണം. ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെല്ലാരും എഴുന്നേറ്റ് നിർത്തിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യിപ്പിക്കും. അപ്പോ അതിലും നല്ലതെന്താ? അതിലേക്ക് പോകണ്ട, അല്ല? എഴുന്നേൽപ്പിച്ച് നിർത്തണ്ടല്ലോ. എന്താ മിണ്ടാത്തെ? വേണ്ട. ഗുഡ്, മാഷാ അല്ലാഹ്. അപ്പോ നോക്കൂ പ്രിയമുള്ളവരെ, നമുക്ക് സങ്കടമുള്ള സമയത്ത് സമാധാനമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഉത്തരം പറഞ്ഞാട്ടെ. സങ്കടമുള്ള ഒരാൾ പറയാണ്, എനിക്ക് ഭയങ്കര സമാധാനാണ്. ശരിയാണോ അത്? പറ. അല്ലല്ലോ? അല്ല. ഇനി ഒരാൾ പേടിച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. പേടിച്ചിരിക്കുന്ന സമയത്ത് ആരെങ്കിലും പറയോ എനിക്ക് ഭയങ്കര സമാധാനാണ് എന്ന്? പറയോ? ഇല്ല. അപ്പോ സങ്കടമുള്ള സമയത്ത് നമുക്ക് സമാധാനമില്ല, പേടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് സമാധാനമില്ല.
ഇനി നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധികളിലൊക്കെ പെട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ പറയാണ് എനിക്ക് ഭയങ്കര സമാധാനാണ് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമുക്കറിയാം ഈ സമയത്തൊന്നും നമുക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, സന്തോഷമുള്ള സമയത്തെ ഓർത്തു നോക്കിയേ, ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയേ. സന്തോഷമുള്ള സമയത്തെ നമുക്ക് സമാധാനമുണ്ട് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂലേ? പറ്റൂലേ? സന്തോഷമുള്ള സമയത്ത് അല്ലേ? സന്തോഷമുള്ള സമയത്ത് നമുക്ക് പറയാൻ പറ്റും എനിക്ക് നല്ല സമാധാനം ഉണ്ട് എന്ന്. അപ്പൊ നോക്കൂ പ്രിയമുള്ളവരെ, എവിടുന്നാണ് സമാധാനം കിട്ടുക എന്ന ചോദ്യത്തിന് ഈസിയായി നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? എവിടുന്നാ കിട്ടുക? സങ്കടമുള്ള സമയത്ത് കിട്ടൂല, പേടിച്ചിരിക്കുന്ന സമയത്ത് കിട്ടൂല, പ്രതിസന്ധികളിൽ പെടാൻ പാടുപെടുന്ന സമയത്തൊന്നും നമുക്ക് സമാധാനം കിട്ടൂല. മറിച്ച് നമുക്ക് എവിടുന്ന് കിട്ടും? സന്തോഷമുള്ള സമയത്ത് നമുക്ക് സമാധാനം കിട്ടും. എല്ലാ സമയവും എനിക്ക് സന്തോഷം കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് നമുക്ക് കിട്ടോ? മാർക്കറ്റുകളിൽ പോയി വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റുമോ? ആരോടെങ്കിലും പിടിച്ചു പറിക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. ഈ സന്തോഷം എന്നത് പ്രിയമുള്ളവരെ നമ്മൾ എന്ത് വേണം? സ്വയം സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ. അപ്പൊ അവിടെയാണ് അപ്പൊ ഞാൻ സ്വയം എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ സന്തോഷം ഉണ്ടാവണം. അപ്പൊ എനിക്ക് സന്തോഷം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് അവിടെയാണ് എനിക്ക് എൻ്റെ MGMന്റെ സഹോദരിമാരോട് പറയാനുള്ളത്. നമ്മൾ സ്ത്രീകളാണ്. നമ്മൾ പൊതുവെ നമ്മൾ പറയും സ്ത്രീകളായ നമുക്ക് അല്ലെ, നമ്മള് ചെമ്മീൻ തുള്ളി നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കുറെ ദൂരം ഉണ്ടല്ലോ അല്ലെ. കണ്ണൂരിന്ന് ആലുവ ശ്രീമൂല നഗരം എന്ന് പറയുമ്പോ വലിയ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ എന്റെ നാട്ടിലൊക്കെ പറയാറുണ്ട് ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെ തുള്ളിയ ഇവിടെ ഉണ്ടില്ലേ, അത് എന്താണ് ഇവിടെ ഉണ്ട്, ചട്ടി തന്നെയാണ് ഇവിടെ അല്ലേ, കലവും കുടുക്കിയൊന്നല്ല, അല്ല ചെമ്പും അല്ല, ചട്ടി തന്നെ. അതെ. അപ്പോ നമ്മൾ പൊതുവെ നമ്മളെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറയാം, സ്ത്രീകൾക്ക് എന്താ പറ്റുക അല്ലേ, അവരെന്താ, അത് കുറച്ചൊക്കെ അതിന് കാരണവും നമ്മൾ തന്നെയാണ്. കാരണം നമ്മള് എവിടെയെങ്കിലും രണ്ടിപ്പം ഇന്ന് ഇവിടെ ഒരു വനിതാ സമ്മേളനം ഉണ്ട്, നമുക്ക് പോകല്ലേ എന്ന് ചോദിക്കുമ്പോ കുറച്ച് ദൂരത്താണ്, ഒരു 10-15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ബസ്സിന് വരുന്ന ദൂരത്തൊക്കെയാണ് നമ്മളെങ്കിൽ നമ്മൾ ആദ്യം പറയും നമ്മ രണ്ടാളൊറ്റക്കാ. അങ്ങനെ ചോദിക്കാറുണ്ടോ നമ്മള് അല്ലെ? നമ്മള് രണ്ടാളൊറ്റക്കാ. അപ്പൊ നമ്മള് എത്രയായാലും എത്ര ആളുകൾ കൂടിയാലും നമ്മൾ തന്നെ പറയും നമ്മൾ ഒറ്റക്കാ. അല്ല, നോക്കൂ പ്രിയമുള്ളവരെ, നമുക്ക് അതായത് ഇവിടെ കുറെ പുരുഷന്മാരുണ്ടായാലും ഞാൻ എന്നും പറയുന്നതാണ്, സ്ത്രീകൾക്ക് പറ്റുന്നത് പോലെ ഒരിക്കലും ഒരു കുടുംബത്തെയോ സമൂഹത്തെയോ നേരായ വഴിയിലേക്ക് നയിക്കാനോ ഒരുപാട് ആളുകളെ നമ്മിലേക്ക് ചേർത്ത് പിടിക്കാനോ ഒരേ സമയം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും പുരുഷന്മാർക്ക് സാധിക്കൂല എന്ന് ഞാൻ വെല്ലുവിളിക്കാറുണ്ട്. എന്ന് പറയാറുണ്ട്. പക്വമതിയായ ഒരു പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ട വസ്തു. ഒരു പെണ്ണ് എന്നെ അമ്പരപ്പിക്കാറുണ്ട്. എന്താ അറിയോ, ഗ്രീക്കിൽ ഒരു പഴമൊഴിയാണ്, അത് നമുക്ക് പറയാലോ, പഴഞ്ചൊല്ല് നമുക്ക് പറയാലോ. നമ്മുടെ അഖീദയുമായി അതിലൊരു ബന്ധമില്ലെങ്കിലും ലോകത്ത് ദൈവത്തിന്റെ കണ്ണ് എല്ലായിടത്തും എത്താത്തത് കൊണ്ടാണ് ദൈവം ലോകത്ത് സ്ത്രീകളെ പടച്ചേന്ന് ഒരു പഴഞ്ചൊല്ലേ. അപ്പൊ നോക്കൂ നിങ്ങളെ, പടച്ചോൻ കഴിഞ്ഞാ പിന്നെ ഭൂമിയിലാരാണ്? സ്ത്രീകളായ നമ്മളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും, അതായത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ സ്വാഭാവികമാണ്. അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പറയും ജീവിതത്തിന്റെ രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ നമ്മൾ എത്ര പാടുപെടാറുണ്ട്. നോക്കൂ പ്രിയമുള്ളവരൊന്ന് വയനാട് ജില്ലയിലേക്കൊന്ന് നമ്മളെ കണ്ണോടിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോലുമില്ല അല്ലെ. ഓരോ ദുരന്തങ്ങളും, ഓരോ സുനാമി വന്നു, കത്രീന വന്നു, റീത്ത വന്നു, വിൽമ വന്നു, ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നാൾക്ക് നാൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മെ ഭയപ്പെടുത്തുന്ന, ഒന്നുമല്ലാതെ നിസ്സഹായരായി മനുഷ്യർക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ, അതും കേരളത്തിലായതുകൊണ്ടാണ് ഇത്രയും ആശ്വാസം. കേരളത്തിലുള്ള ആളുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മറ്റു സംസ്ഥാനത്ത് പോയിട്ട് വെള്ളപ്പൊക്കം കേറിയിട്ടുണ്ട്, നമ്മളെ വീടൊക്കെ നശിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരു സഞ്ചി പിടിച്ച് സഹായം തേടിയത്
ചരിത്രത്തിൽ നാം കാണാൻ സാധ്യതയില്ല. നിങ്ങളെ നാട്ടിൽ വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പൊക്കെ ആസാമിലൊക്കെ വെള്ളപ്പൊക്കം കയറിയിട്ട്, നിങ്ങളെ നാട്ടിൽ വരാറുണ്ടോ? നമ്മൾ ആസാമെന്ന് വരുന്നതാണ്. വെള്ളപ്പൊക്കം കയറിയിട്ട് നമ്മളൊക്കെ നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പുരയിടമില്ല, വസ്ത്രമില്ല, ജീവിക്കാൻ വഴിയില്ല, വല്ലതും തന്ന് സഹായിക്കണേ എന്ന് ചോദിച്ചിട്ട് പല സംസ്ഥാനത്ത് നിന്നും വലിയ സഞ്ചിയായിട്ട് വന്ന് നമ്മളെ പഴകിയ തുണി, നമ്മൾ വന്നാൽ തന്നെ എന്താ പറയലേ, പഴയതൊന്നുമില്ല എന്നാ, പുതിയത് അവർക്ക് ഇടാലോ അല്ലേ? അതെങ്കിൽ വന്ന് ചോദിച്ചാൽ തന്നെ നമ്മൾ ആദ്യം എന്താ പറയലേ, പഴയതൊന്നുമില്ല, ഇത് പുതിയത് അവർക്ക് ഇട്ടൂടെ. എന്നാലും പഴകിയതാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ നൽകിയിട്ട് നമ്മൾ അങ്ങനെ സഹായിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലുള്ള പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചേർത്ത് പിടിക്കുന്ന വിഷയത്തിൽ മാതൃകയാണ് കേരളം. എല്ലാ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ചേർത്ത് പിടിച്ച് നഷ്ടപ്പെട്ടതിനേക്കാൾ ഏറെ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഇന്ന് വയനാട് ജില്ലയിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതൊരു ഭാഗത്ത് പ്രിയമുള്ളവരെ. മറ്റൊരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എന്നെയും നിങ്ങളെയും പോലെ ഇന്നലെ രാത്രി കിടന്നുറങ്ങി അല്ലെ, ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെ മക്കൾക്ക് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനുള്ള അരി കുതിർത്തിട്ടും പൊതിർത്തിയിട്ടും അരച്ചു വെച്ചിട്ടും മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയ ആളുകളുടെ അവസ്ഥ, അല്ലാഹ്, നമ്മുടെ MGMന്റെ പ്രവർത്തകരൊക്കെ അതിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇല്ലാത്ത ഒരാളുമില്ല. ഒരിക്കലും നമുക്ക് തോന്നിപ്പോവരുത്, ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ റബ്ബേ, എനിക്കൊന്നുമില്ലല്ലോ പടച്ചോനെ, ഞാൻ ഇവരൊക്കെ മുന്നിൽ വന്ന് വല്ലതും കൈനീട്ടി വാങ്ങാനുള്ള ഒരു വിധവയായി പോയല്ലോ റബ്ബേ, എന്റെ മക്കള് യത്തീമുകളായി പോയല്ലോ അല്ലാ. ഏതെങ്കിലും ഒന്ന് വെച്ചിട്ടായിരിക്കും പ്രിയമുള്ളവരെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഒന്നും അല്ലാത്തവരാണ് എന്ന് നമ്മൾ പറയാ. എന്നെ പരിചയപ്പെടുത്തുമ്പോ നമ്മുടെ പ്രിയ സഹോദരൻ സൂചിപ്പിച്ചോ, കണ്ണൂരിലുള്ള ഒരത്താണ്. അതെ, 20 വർഷമായി പ്രിയമുള്ളവരെ നിരാലംബരായ, ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത, വീടില്ലാത്ത, ഒന്നുമില്ലാത്ത നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അത്താണി എന്ന ഒരു സ്ഥാപനം. ഇങ്ങനെ വരുമ്പോ ഏത് സ്ഥലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നില്ല, അത്താണി ബസ് ഡ്രൈവർ ഇങ്ങനെ അല്ല കണ്ടക്ടർ അത്താണി എത്തിയിട്ടോ എന്ന് പറയുമ്പോ ഞാൻ അറിയാതെ ഇങ്ങനെ നോക്കിപ്പോയി, എന്റെ നെഞ്ഞൊന്ന് പടഞ്ഞ അത്താണി എത്തിയ. കാരണം അത്താണി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്, എനിക്കൊരു ദിവസം അവിടെ പോയിട്ടില്ലെങ്കിൽ ആരുമില്ലാത്ത, അതായത് ഞാൻ എണ്ണിത്തരട്ടോ, ഭർത്താവുണ്ടോ ഇല്ല, മക്കളുണ്ടോ ഇല്ല, വീടുണ്ടോ ഇല്ല, അവരെ സ്നേഹിക്കാനോ ചേർത്തു പിടിക്കാനോ കുടുംബമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല, ആരോഗ്യമുണ്ടോ, ഇതൊന്നുമില്ലെങ്കിലും പ്രിയമുള്ളവരെ, ഇതൊന്നുമില്ലെങ്കിലും ആരോഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും രാവിലെ പോയി വൈകുന്നേരം വരെ എന്തെങ്കിലും അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ആരുടെയെങ്കിലും വീട്ടിൽ പോയി എന്നെയും കൂടി നീ ഇവിടെ ഒന്ന് രാത്രി കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ എനക്കൊന്ന് ഇവിടെ ഒരു താമസ സൗകര്യം തരണമെന്ന് യാചിച്ചാൽ, ചോദിച്ചാൽ ആരെങ്കിലും കൊടുക്കും? ആരോഗ്യമില്ല. പ്രിയമുള്ളവരെ, ഞാൻ എന്നും പറയാറുണ്ട്, എന്റെ സ്ഥാപനത്തിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്റെ കൂടെ നിങ്ങളെപ്പോലെയുള്ള വനിതകൾക്ക് വേണ്ടി വനിതകൾ നേതൃത്വം നൽകുന്ന ഒരു പറ്റം എന്റെ ഖുർആൻ പഠിതാക്കളായിട്ടുള്ള സഹോദരിമാരാണ് എന്റെ കൂടെയുള്ളത്. ഞാൻ മീറ്റിംഗ് കൂടിയിട്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന റബ്ബ് കേൾക്കും. ഒരിക്കലും നമ്മുടെ ഈ 20 വർഷമായി കൊറോണ വന്നിട്ടും പല പ്രതിസന്ധികൾ വന്നിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടും അവരെ പൊന്നുപോലെ, കരളിന്റെ കഷ്ണം പോലെ അവരെ സംരക്ഷിക്കുന്നതിന് നമ്മുടെ സ്ഥാപനത്തിൽ അവരെ കിടത്തി പരിചരിക്കാൻ ഈ 70 ആളുകളിൽ 3/4 ആളുകളും വാട്ടർ ബെഡിലും മറ്റും തളർന്ന് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ 3-4 ആളുടെ സഹായമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ടോയ്ലറ്റിൽ പോയി ഇരിക്കാനും, എന്നിട്ട് അവരുടെ കർമ്മം നിർവഹിക്കണമെങ്കിൽ ആരെങ്കിലും മറ്റുള്ളവരുടെ കൈകൊണ്ട് അവരുടെ വസ്ത്രം നീക്കി കൊടുക്കുന്ന അവസ്ഥ വരെ. കാരണം കയ്യും കാലൊക്കെ കോടി ഒടിഞ്ഞ് സ്ട്രോക്ക് വന്ന് വാദസംബന്ധമായ രോഗങ്ങൾ വന്ന് പല അസുഖങ്ങളും വന്ന് തളർന്നു കിടക്കുന്ന, കയ്യും കാലൊക്കെ കണ്ടാൽ മരക്കഷ്ടം പോലെ തോന്നും, അങ്ങനെ തളർന്നു കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ആളുകളാണ്. ഒന്നുമില്ലാത്തവരെ ഞാൻ എന്റെ ഭാരവാഹികളോട് പറയാറുണ്ട്, നമ്മളെ റബ്ബൊരിക്കലും കൈവിടുകയില്ല. കാരണം ഒന്നുമില്ലാത്തവർ എന്തെങ്കിലും ഒന്നും വേണ്ടേ പ്രിയമുള്ളവരെ? ഇനി ഭർത്താവും മക്കളും വീടും ചേർത്തു പിടിക്കുന്ന കുടുംബമോ സ്നേഹിക്കാൻ ബന്ധുമിത്രാദികളോ അതൊന്നുമില്ലെങ്കിലും ആരോഗ്യമെങ്കിലും ഉണ്ടെങ്കിൽ, ആരോഗ്യമില്ല, ഒന്നുകിൽ സൈക്കാട്ടി, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ ക്യാൻസർ, അല്ലെങ്കിൽ കിഡ്നി തകരാറിലായി ഡയാലിസിസ്, അല്ലെങ്കിൽ കരള് ഫുള്ളും പൊടിഞ്ഞ്
കരളില്ലാതെ നീര് വന്ന് ശാരീരികമായി തളർന്ന് ഇങ്ങനെ പല ജാതി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ 12 മക്കളെ പ്രസവിച്ചൊരേ മറിയുമുണ്ടായിരുന്നു. 12 മക്കളെ പ്രസവിച്ചേ. ഇത് കേൾക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ടീച്ചറല്ലേ ഇപ്പൊ പറഞ്ഞ മക്കളൊന്നും ഇല്ലാത്ത ആളിയാ നോക്കുന്നത്, പിന്നെ എങ്ങനെ 12 മക്കളെ പ്രസവിച്ച മറിയുമ്മ ഈ സ്ഥാപനത്തിൽ വന്നത് എന്ന് ചിലപ്പോ നിങ്ങൾ ചിന്തിക്കും. അറിയണം അവരെ 12 മക്കളും മരണപ്പെട്ടു പോയി. 11 മക്കളെ പ്രസവിച്ചൊരു ആയുഷ്മുണ്ടായിരുന്നു, ഇപ്പൊ മരണപ്പെട്ടോ. നാഥാ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കുക തമ്പുരാനെ. 11 മക്കളെ പ്രസവിച്ചിട്ട് അവരെ കാലിലാണെങ്കിൽ ഇങ്ങനെ വണ്ണം വെച്ച് ചുവന്ന് പൊതുവെ പറയാറുണ്ട് ചോപ്പം പനി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വലിയ പനിയൊക്കെ വന്ന് തളർന്നിങ്ങനെ എത്ര ആന്റിബയോട്ടിക് കൊടുത്താലും ഇഞ്ചക്ഷൻ കൊടുത്താലും പനിച്ചിങ്ങനെ വിറക്കും. ആ പനി അങ്ങനാണ്. അങ്ങനെ പനിച്ച് വിറക്കുന്ന ആയിഷുമാന്റെ അടുത്ത് ഞാനിങ്ങനെ പോയിട്ട് ഞാൻ പറയും, ആയിഷുമ്മ വിഷമിക്കല്ലേ, മാറൂട്ടോ, എളുപ്പത്തിൽ അള്ളാഹു ഭേദമാക്കി തരും, വിഷമിക്കല്ലേ, സങ്കടപ്പെടുകയാണോ? കണ്ണിന്നിങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകുന്നുണ്ടാവും പ്രിയമുള്ളവരെ. പനിച്ച് ചൂട് വന്ന ശരീരവും തളർന്നു കിടക്കുന്ന സമയത്ത് കണ്ണിന്ന് കണ്ണീരും കൂടി ഒഴുകുമ്പോഴല്ലോ കണ്ണിങ്ങനെ പൊള്ളി ചുടു കണ്ണീരിങ്ങനെ വരുമ്പം ഞാൻ അടുത്തു പോയി നെറ്റിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ആയിഷുമ്മ വിഷമിക്കല്ലേ, കരയല്ലേ എന്ന് പറയുമ്പോൾ എന്നോട് പറയും, മോളെ നീയാണോ എന്നോട് വിഷമിക്കല്ലേ എന്ന് പറയുന്നത്? നീയാണോ എന്നോട് ഈ ഒരു പനി വന്നിട്ട് ക്ഷമിക്കാൻ പറ എന്ന് പറയുന്നത്? 11 മയ്യത്ത് കണ്ട ഒരു പെറ്റുമ്മ നീ എവിടെയെങ്കിലും എനിക്ക് കാണിച്ചു തരുമോ? 12 മയ്യത്ത് കണ്ട ഒരു ഉമ്മ, അത് ഞാനാ. എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ 11 മക്കളുടെയും എൻ്റെ ഉമ്മാന്റെ വാപ്പാന്റെയും അങ്ങനെ 14 ബാക്കി ഒരുപാട് മയ്യത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനുമായി മുറിച്ചാൽ മുറിയാത്ത ബന്ധത്തിലുള്ള എൻ്റെ സ്വന്തം എന്ന് പറയുന്ന എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ 11 മക്കള്, എൻ്റെ ഭർത്താവ്, അങ്ങനെ 14 മയ്യത്ത് കണ്ടു പടഞ്ഞ ഹൃദയാണ് പൊന്നുമോളെ എൻ്റെ ഹൃദയം. ആ എന്നോടാണോ നീ ക്ഷമിക്കാൻ പറയുന്നത്? ആലോചിച്ചു നോക്കിയ പ്രിയമുള്ളവരെ. അതെ, ഇവിടെയാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് 7 ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആ 7 ഞാൻ നിങ്ങളോട് പറയുന്നില്ല. 7 ഉപദേശം. അതിൽ ആദ്യത്തെ 2 ഉപദേശം, അബൂദർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരറിയോ? ആകാശത്തിന് മീതെ ഭൂമിക്ക്, ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ ഇത്രമാത്രം സത്യസന്ധമായ കാരുണ്യമുള്ള എന്നാൽ ഒരുപാട് പരീക്ഷണങ്ങളും വിഷമവും അനുഭവിച്ച ഒരു മനുഷ്യൻ ലോകത്തില്ല എന്ന് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം നല്ലൊരു സ്വഹാബി വര്യൻ. അദ്ദേഹത്തെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ 7 ഉപദേശം നൽകിയതിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും 2 ഉപദേശമാണ്. എന്താ അറിയോ? ഒന്നാമത്തെ ഉപദേശം, പാവങ്ങളെ സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുക. തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കരുത്. കണ്ടോ പ്രിയമുള്ളവരെ? പാവങ്ങളെ സ്നേഹിക്കുകയും, പാവങ്ങൾ എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സ്നേഹിക്കുകയും അവരോട് കരുണ കാണിക്കുകയും ചെയ്യുക. തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. നമ്മള് എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു പരീക്ഷണം, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പം എനിക്ക് ഇതൊന്നും സഹിക്കാനും ഇതൊന്നും താങ്ങാനും ഇതൊന്നും നേരിടാനും എന്നെ കൊണ്ട് പറ്റേ ചെയ്യൂല എന്ന് പറഞ്ഞ് തളർന്നും തകർന്നും കിടക്കുന്നതിന് പകരം പടച്ചോനെ താഴെ നോക്കുമ്പോ നമുക്ക് ഇന്നൊന്നുമില്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ വന്നിരിക്കാൻ നമ്മുടെ കൈകാലുകൾക്ക് ശക്തി. എന്റെ സ്ഥാപനത്തിൽ ഒരു താത്തണ്ട് കേട്ടോ, കയ്യും കാലൊക്കെ ഇങ്ങനെ കോടിക്കിടക്കുകയാണ്, ചെറുപ്പക്കാരിയാണ്, അവർക്ക് മക്കളില്ല. എന്നിട്ട് എന്നും അവരുടെ ഭർത്താവിനോട് പറയും പോലും എവിടെയും ഇവര് പണിക്ക് പോയാൽ കൂലി വാങ്ങൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പല വീടുകളിലും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് ഈ വീട്ടിലാണെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലെ. വൈകുന്നേരം ആ വീട്ടിൽ നിന്ന് വരുമ്പം ആകെ ഇവര് കൂലി പോലെ അവരാകെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഭക്ഷണം കഴിക്കും. എന്നിട്ട് അവരുടെ ഭർത്താവിന് കുറച്ച് ഭക്ഷണം അവിടുന്ന് എടുത്തിട്ട് വരും. ആരെങ്കിലും ഒരു സന്തോഷത്തിനാണ് നിങ്ങളെ കയ്യിൽ വെച്ചു എന്നിട്ട് അതൊക്കെ കൊടുത്താൽ വരെ വാങ്ങൂല. എന്നിട്ട് 40-45 വയസ്സുള്ള ഈ താത്ത ആ ബന്ധുക്കളോട്, ആ വീട്ടുകാരോട് പറയും, ഞാൻ കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്നതല്ല, എനിക്ക് മക്കളില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഏതെങ്കിലും ഒരു കാലം ഞാൻ ആരുമില്ലാതായി പോയാൽ നിങ്ങളൊക്കെ എന്നെ നോക്കണേ,
അതുകൊണ്ട് എനിക്ക് ആരോഗ്യമുള്ള സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയി ഖിദ്മത്ത് ചെയ്തു തരാണ്. ഏതെങ്കിലും ഒരു കാലം എനിക്ക് ആവശ്യമായി വന്നാൽ നിങ്ങൾ എന്നെ ഓർത്താൽ മതി എന്നാണ് ഈ താത്ത എല്ലാ വീട്ടുകാരോടും പറയുക. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, ഓരോ മനസ്സിന് എന്തോ തോന്നുന്നത് കൊണ്ടോ അല്ലാഹു ആലം എന്തുകൊണ്ടാണ് ആ സഹോദരി അങ്ങനെ പറഞ്ഞത് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ അവർ ആ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ദിവസം ഒരു വീട്ടിലെ പണി കഴിഞ്ഞ് ഭർത്താവിനുള്ള ഭക്ഷണവുമായി ആ വീട്ടുമുറ്റത്തു കൂടി നടന്നു പോകുമ്പോ സ്ലിപ്പായി ഒന്ന് വഴുതി തലയടിച്ച് വീണു. അന്നത്തോടു കൂടി മൂപ്പര് കോമാ സ്റ്റേജിലായിരുന്നു. അന്നൊക്കെ ബന്ധുമിത്രാദികളും ഭർത്താവൊക്കെ കുറെയൊക്കെ ചികിത്സിച്ചു. അങ്ങനെ മൂപ്പര് തളർന്ന് ഹോസ്പിറ്റലിലായി. 2 മാസം ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. മൂപ്പര ഭർത്താവ് ഒരു ഹോം നഴ്സിനൊക്കെ ആക്കിയിട്ട് പൊന്നുപോലെ, ഭർത്താവില്ലല്ലോ, ആളുകളൊക്കെ അറിയുന്ന ആളുകളൊക്കെ പോയി വല്ലതും ഈ താത്താക്ക് നൽകാറുണ്ട്. അങ്ങനെ ഭർത്താവ് പൊന്നുപോലെ ഒരു നേഴ്സിനൊക്കെ ആക്കി ഇവരെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇവർക്കൊരു 1.5-2 വർഷമായി ഇവർ ഇതേ കടുത്തത്തിൽ കോമാ സ്റ്റേജില്. വർത്താനം പറയാൻ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ പുറത്തു വരും. ശബ്ദമൊന്നും, അതായത് സംസാരമൊന്നും ക്ലിയർ അല്ല. കയ്യും കാലൊക്കെ മരക്കഷ്ണം ഒന്നുമില്ല. കോമാ സ്റ്റേജിൽ അങ്ങനെ കിടക്കുക. 2 വർഷം കഴിഞ്ഞ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ അതായത് ആ സഹോദരിന്റെ ഭർത്താവ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ്, ഒരു പള്ളി പരിപാലകനാണ്, 4 മണിക്ക് എഴുന്നേറ്റ് ഇവരെ കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് ശേഷി ഇവരെല്ലാം കുളിച്ചിട്ടാണ് ഇദ്ദേഹം, അതായത് നേഴ്സും ഇവരെ പരിചരിക്കുന്ന നേഴ്സും ഇവരും ഒരു റൂമിൽ കിടക്കും. അടുത്ത റൂമിൽ ഭർത്താവ് ഒറ്റക്ക് കിടക്കാണ്. എന്നും 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഭർത്താവ് 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, എഴുന്നേൽക്കാത്തത് കാണുമ്പോ ഈ ഹോം നേഴ്സ് തൊട്ടടുത്ത ഇവരെ റൂമിൽ തന്നെ തൊട്ടടുത്ത കിടക്കയിൽ കിടക്കുന്ന ഹോം നേഴ്സിനോട് എന്റെ ഭർത്താവ് എഴുന്നേൽക്കാത്ത, ഇങ്ങനെ ഓരോരോ ആക്ഷനിലും ആ പറ്റുന്ന രൂപത്തിലൊക്കെ നേഴ്സിനോട് സംസാരിക്കുമ്പോ നേഴ്സ് വല്ലാത്ത ഉറക്കത്തിലാ. 6:30 മണിക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടി പാലുമായി വീട്ടിലേക്ക് വരും. പാല് വന്ന കുട്ടിനോട് ഒന്ന് ആ റൂമൊന്ന് മുട്ട് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി പോയി മുട്ടിയപ്പോ ഒരനക്കവും ഒന്നുമില്ല. കുട്ടി ഓടി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, താത്താൻ്റെ ഇങ്ങനെ മുട്ടി വിളിച്ചു, മിണ്ടുന്നില്ല, ഡോർ അടച്ചിട്ടുള്ളേന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കൂടി ഓടി വന്ന് ഡോറ് പൊട്ടിച്ച് ലോക്കൊക്കെ പൊട്ടിച്ച് നോക്കുമ്പോഴേക്കും പ്രിയമുള്ളവരെ നല്ല കൊതുക് വലയൊക്കെ വിരിച്ച് കിടന്ന ആരോഗ്യമുള്ള, നമ്മൾ ആലോചിച്ച് നോക്കണേ, ആരോഗ്യമനം തളർന്നു കിടന്ന് 2 വർഷമായി എയർബെറ്റിൽ തളർന്നു കിടക്കുന്ന രോഗിയായ ഈ ഭാര്യന്റെ മുന്നിൽ ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്ത് പണിയെടുത്ത് ഈ ഭാര്യയെ അടക്കം പരിപാലിക്കുന്ന ഭർത്താവാണ് പ്രിയമുള്ളവരെ കൊതുക് വലയൊക്കെ വിരിച്ച് രാത്രി നല്ല ആരോഗ്യത്തോടു കൂടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ മനുഷ്യൻ വിളിച്ചു മിണ്ടുന്നില്ല. വേഗം ഡോക്ടറെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറയാണ് സൈലന്റ് അറ്റാക്ക്, 6 മണിക്കൂറായി മരിച്ചിട്ട്. ഈ വിവരം അതായത് എല്ലാവരും നാടൊട്ടുക്കും അറിഞ്ഞു. പല ആളുകളും അവരായിരിക്കും, അതായത് ഭാര്യയായിരിക്കും മരിച്ചിട്ടുണ്ടാകുക എന്ന സംശയത്തിലൊക്കെ വീട്ടിൽ വന്ന് നോക്കുമ്പം കാണുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോ ഹോം നേഴ്സ് കട്ടിൽ കിട്ടിയിട്ട് പോയിന്. കാരണം എന്താ, ഇതൊന്നും അല്ലാതെ കിടക്കുന്ന ഒരു വാടക വീട്ടിൽ കിടക്കുന്ന ഈ സഹോദരനെ ആരും നോക്കൂല എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് 3-ാമത്തെ ദിവസം ആരുമില്ലാത്തവരെ പരിചരിക്കുന്ന നമ്മളെ കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കിയ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരെ എന്നെ വിളിച്ചിട്ട് വളരെ ദയനീയാണ് ടീച്ചറെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ അന്ന് നാട്ടിലുണ്ട്, ഞാനും നമ്മളെ പ്രവർത്തകരൊക്കെ കൂടി ഒന്ന് പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി നോക്കുമ്പോ കണ്ട കാഴ്ച 3-ാമത്തെ ദിവസമാണ്. ഭർത്താവ് മരിച്ചിട്ട് 3-ാമത്തെ ദിവസം മലത്തിലും മൂത്രത്തിലും ദയനീയമായി കിടക്കുന്ന ഈ സഹോദരിയെ കണ്ടപ്പോ ശരിക്കും അല്ലാതെ ദയനീയ അവസ്ഥ തോന്നി. നമ്മൾ പറ്റുന്ന രൂപത്തിലൊക്കെ അവിടുന്ന് ക്ലെയിം ചെയ്തു, നമ്മൾ ആംബുലൻസ് വരുത്തിച്ചു, നമ്മളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. 5-8 വർഷമായി നമ്മുടെ കൂടെ അതേ അവസ്ഥയിലെ നമ്മുടെ ട്രീറ്റ്മെന്റ് കൊണ്ടൊന്ന് താങ്ങിപ്പിടിച്ചിരുത്തിയാൽ ഒന്ന് എഴുന്നേറ്റിരിക്കും പ്രിയമുള്ളവരെ. കയ്യും കാലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. എന്നിട്ട് ഇതാണ് എന്റെ വിഷയം, ഇതാണ് ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സഹോദരി എന്നോട് പറയും, ഞാൻ അടുത്തു പോയിരുന്നാൽ ടീച്ചറെ സംസാരമൊന്നും വ്യക്തമല്ല, എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും കുറെയൊക്കെ മനസ്സിലാക്കി എടുക്കും. ഞാൻ ആരെങ്കിലും താങ്ങി പിടിച്ചിരുത്തിയിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് കൈകോർത്ത് അവരെ കയ്യൊക്കെ ഒന്ന് പിടിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകിയിട്ട് എന്നോട് പറയും, പൊന്നു ടീച്ചറെ എന്റെ ഈ കൈയെങ്കിലും, ഇങ്ങനെയാണുള്ളത് കൈ കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ അങ്ങ് വീണ് പോകും. ടീച്ചറെ എന്റെ ഈ കൈയെങ്കിലും ഒന്ന് ശരിയാവാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കും ടീച്ചറെ. ആക്ഷൻ കാണിച്ചിട്ടാ പറയാം, കണ്ണുനിങ്ങനെ ഒഴുകും. ഈ കൈയെങ്കിലും, കാലെങ്ങനെയുള്ളത്, ശരീരം എങ്ങനെയാണുള്ളത്, സംസാരം എങ്ങനെയാണുള്ളത്, ഒന്ന് വസ്ത്രം നീക്കാൻ,
ഒന്നീ മുടിയൊന്ന് നീക്കാൻ ഒന്നും പറ്റാതെ കോടിക്കടക്കുന്ന സഹോദരിയാണ് പ്രിയമുള്ളവരെ. ഈ വിരലെങ്കിലും ഈ കൈയെങ്കിലും ശരിയാവാൻ, കണ്ണുനിങ്ങനെ ഒഴുക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സ് പൊട്ടിപ്പോവാറുണ്ട്. അവരെ ശ്രദ്ധ ഒന്ന് മാറ്റാൻ ഞാൻ എവിടെയോ ഒന്നിങ്ങനെ അട്ടിപ്പിടിച്ചിട്ട് ഞാൻ താത്താനോട് പറയും, താത്ത കയ്യും കാലൊക്കെ ശരിയാക്കിയിട്ട് മുമ്പത്തെ പോലെ. എത്ര വയസ്സ്? 70 വയസ്സാണോ പ്രിയമുള്ളവരെ? 60 വയസ്സാണോ? 80 വയസ്സാണോ? 45 വയസ്സുള്ള എന്നെയും നിങ്ങളെയും പോലുള്ള പ്രായത്തിലുള്ള സഹോദരിയാണ്, വിധവയാണ്, മക്കളില്ല, ബന്ധുമിത്രാദികൾ ചേർത്ത് പിടിക്കാനില്ല, സ്വന്തമായി വീടില്ല, ഒരു റുപ്പിക കയ്യിലില്ല. ഇതാ നിസ്സഹായരായിട്ട് ഇങ്ങനെ മലർക്കെ നോക്കി നിൽക്കുന്ന സഹോദരിയാണ്. ഈ കോടിക്കിടക്കുന്ന ഈ വിരല് ഒന്ന് ശരിയായെങ്കിൽ, അപ്പൊ ഞാൻ അവരെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവാൻ, അവരെ മൈൻഡൊന്നും മാറ്റാൻ ഞാൻ പറയും, കയ്യും കാലൊക്കെ ശരിയാക്കിയിട്ട് പണ്ടത്തെ പോലെ എല്ലാ വീടുകളിലും പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അല്ലേ താത്ത? അതിനല്ലേ കയ്യും കാലും ശരിയാവാൻ പ്രാർത്ഥിക്കുന്നത്? ഇവിടുന്ന് പോകൂല്ലേ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമല്ലാത്ത ഭാഷയിൽ, സംസാരം വ്യക്തമല്ല, വ്യക്താക്കാൻ ആ സഹോദരിക്ക് പറ്റൂല. നാവൊക്കെ ചുണ്ടൊക്കെ കോടിയിട്ട് ഒരു ഭാഗത്ത് ചെരിഞ്ഞിട്ടാണുള്ളത്. അപ്പൊ എന്നോട് പറയും, ആർക്കും വേണ്ടാതെ, ആർക്കും വേണ്ടാതെ മലത്തിലും മൂത്രത്തിലും കിടന്ന എന്നെ ടീച്ചറും ഭാരവാഹികളും അല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആരുമില്ലാത്ത ഞാൻ എവിടെ പോകാൻ? എവിടെയും പോവാനല്ല ടീച്ചറെ, എവിടെയും പോവാനല്ല. എന്നെക്കാളും ഇന്നൊന്നുമില്ലെങ്കിലും എന്നെ താങ്ങിപ്പിടിച്ചിരുത്തിയാൽ ഞാൻ എഴുന്നേറ്റിരിക്കുന്നുണ്ടല്ലോ. എന്നെക്കാളും വയ്യാതെ കിടക്കുന്ന ഇവരിലൊക്കെ ആ കോടിയ കൈ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറയും, അവരൊക്കെ നോക്കിയേ, അവർക്ക് ഒന്നിനും വയ്യാലോ, ഒന്ന് എഴുന്നേറ്റിരിക്കാൻ വരെ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നെ ആരെങ്കിലും എന്നെ ആ കട്ടിലിൽ ആ കിടക്കയിൽ കൊണ്ടിരുത്തിയാൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എന്റെ കൈ കൊണ്ടുരുട്ടിയിട്ട് അവരെ വായിലിട്ട് കൊടുക്കാൻ എന്റെ ഈ കൈ കൊണ്ട് കഴിഞ്ഞെങ്കിൽ ആലോചിച്ചു നോക്ക് പ്രിയമുള്ളവരെ. ആരാ ഈ പറയുന്നത്? ഞാൻ ഇതൊക്കെ കേൾക്കുമുണ്ടല്ലോ, ഞാൻ എന്റെ കൈവിരലും എന്റെ മുഖമൊക്കെ ഞാൻ വെറുത്തിങ്ങനെ നുള്ളി നോക്കാറുണ്ട്. പടച്ചോനെ, ഞാൻ സ്വപ്നാണോ കാണുന്നത്? ഞാൻ എന്താ ഈ കേൾക്കുന്നത്? യാ അല്ലാഹ്, തകർന്ന് തളർന്ന് ഒന്നിനും വയ്യാതെ കിടക്കുന്ന സഹോദരിയാണ് പ്രിയമുള്ളവരെ. ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എന്നെക്കാളും വയ്യാത്ത ഈ സഹോദരിക്ക് വായിൽ വാരിയിട്ട് കൊടുക്കാൻ എന്റെ ഈ കൈവിരൽ കൊണ്ട് സാധിച്ചാൽ ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ. പടച്ചോനെ കാണും നമ്മൾ കേട്ടോ. ഇതിനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് യാ അബാദർ എന്ന് വിളിച്ചിട്ട് 7 ഉപദേശം നൽകിയതിൽ രണ്ടാമത്തെ ഉപദേശം തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുകട്ടോ, മുകളിലേക്ക് നോക്കരുത്. ഒന്നാമത്തെ ഉപദേശം സ്നേഹിക്കണം കേട്ടോ, പാവങ്ങളെ സ്നേഹിക്കണം കേട്ടോ, അവരോട് കരുണ കാണിക്കണം. രണ്ടാമത്തെ വസിയ്യത്ത് തന്നേക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം കേട്ടോ, മുകളിലേക്ക് നോക്കി പോവരുത്. മൂന്നാമത്തെ വസിയ്യത്ത് ബന്ധം വിച്ഛേദിച്ചവരോടൊക്കെ ബന്ധം ചേർത്തുകൊണ്ട്. ഇനിയും 4 ഉപദേശമുണ്ട്, നിങ്ങൾ ഇന്ന് പോയി പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ കാരണങ്ങൾ വരുമ്പോ എന്തുമാത്രം കഴിവുള്ള, അതാണ് സ്ത്രീകളെ, എന്തുമാത്രം കഴിവാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റും എന്നതിനൊരു സംശയമില്ല. നമുക്ക് പറ്റും, പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസികളായ നമുക്ക്. കാരണം നമ്മൾ ഏതൊരു മേഖലയിൽ പോയി ഇരിക്കുമ്പോൾ, ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുമ്പോ നമുക്ക് എത്ര സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടാക്കണം നമ്മളെ. ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു, സന്തോഷം പിടിച്ചു വാങ്ങണം, സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തണം. എന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പിടിച്ചു വാങ്ങണം നമ്മളെ. എങ്ങനെ നമുക്ക് പിടിച്ചു വാങ്ങാൻ പറ്റുക? ഒരാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ പ്രിയമുള്ളവരെ, നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും. നമ്മളെ വീട്ടിൽ വന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് അവര് ഒരു പട്ടിണി കിടക്കുന്ന ഒരാളും കൂടിയാണെങ്കിൽ നമുക്ക് എത്ര സന്തോഷം അതിൽ നിന്ന് കിട്ടണം. അതെ, ഇതിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് പറ്റണം.